ഇന്ന് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. വാട്ട് ഈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്? ഇറ്റ് ഈസ് ദ ടോട്ടൽ വെൽബീയിങ് ഓഫ് എൻ ഓർഗാനിസം. ദാറ്റ് ഈസ് വെൽബീയിങ് ഇൻ ദ സെൻസ് reproductive, behavioral, emotional as well as social aspects. ഈ എല്ലാ മേഖലയിലും ഒരു വ്യക്തി വെൽ സെറ്റിൽഡ് ആണെങ്കിൽ he is reproductively healthy. So with an aim to bring a reproductively healthy society, during 1951 central government has introduced a program called family planning. ഈ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമിലൂടെ ഒരു റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റിയെ ബ്രിങ് അപ്പ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയത്. ലേറ്റർ ദിസ് പ്രോഗ്രാം വാസ് റിന്യൂഡ് and known as Reproductive and Child Health Care, RCH, that is Reproductive and Child Health Care Program. In this program, both governmental agencies as well as non-governmental agencies, along with the teachers and health workers, they work together to bring a reproductively healthy society. The aim of such programs were to bring a healthy society, that is a young generation, without any myths. അതായത് പുതിയ വളർന്നു വരുന്ന തലമുറയിൽ അന്ധവിശ്വാസങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഒരു എഡ്യൂക്കേറ്റഡ് യൂത്തിനെ കൊണ്ടുവരാനുള്ള ലക്ഷ്യം ഒന്നാമതായിട്ട്. Along with this, the youth must be aware of sexually transmitted diseases. അറിയാലോ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. ആൻഡ് അവയർനെസ് about pregnant women, the care to pregnant women, postnatal care, that is giving breastfeeding, or about the importance of breastfeeding, then giving equal opportunity to both male and female child, about the ആംനിയോസെന്റസിസ് എന്ന് പറഞ്ഞാൽ അറിയോ, അമ്മയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വൂമ്പിനകത്ത് ഉദരത്തിനകത്ത് നിന്ന് ഫ്ലൂയിഡ്, ആംനിയോട്ടിക് ഫ്ലൂയിഡ് എടുത്ത് അത് പരിശോധിക്കാം. അതിനകത്ത് കാണുന്ന സെൽസിൽ നിന്ന് കുട്ടിയുടെ ജനറ്റിക് ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ഈ ആംനിയോസെന്റസിസ് പ്രോസസ്സിലൂടെ സെക്സ് ഓഫ് ദ ചൈൽഡ് ഓൾസോ വിൽ ബി ഐഡന്റിഫൈഡ്. അപ്പൊ സാധാരണ ഡൗറി സിസ്റ്റം ഉള്ള നാടുകളിലാണെങ്കിലോ ഫീമെയിൽ ചൈൽഡ് ആണെങ്കിൽ ഫീമെയിൽ ഫീറ്റിസൈഡ്, ഈ വളരുന്ന ഫീറ്റസിനെ, ഭ്രൂണത്തെ നീക്കം ചെയ്യുക, അബോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് ലീഗലൈസ് ചെയ്തിട്ട് ഇപ്പൊ അത് ബാൻ ചെയ്തിരിക്കുകയാണ്. ഇതിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ശുചിത്വത്തെ കുറിച്ച്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ശുചിത്വത്തെ കുറിച്ച്, പിന്നെ അബൌട്ട് മാരേജബിൾ ഏജ്, ഇങ്ങനെ about dowry system, about the care for growing children, വളരുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന കെയർ, ഫോർ എക്സാമ്പിൾ ഇമ്മ്യൂണൈസേഷൻ, മാസീവ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, ഇതിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയാണ് RCH ഇന്ന് നിലവിൽ നിൽക്കുന്നത്. ഈ അവയർനെസ്സോട് കൂടി തന്നെ, ഇത്തരത്തിലുള്ള അവയർനെസ്സോട് കൂടി ഒരു പുതിയ സൊസൈറ്റി വിച്ച് ഇസ് റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി, ഒരു ഹെൽത്തി സൊസൈറ്റീനെ ബ്രിങ് അപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം പ്രോഗ്രാംസ് ലക്ഷ്യമിടുന്നത്. നെക്സ്റ്റ് സബ് ടോപ്പിക് ഇസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഡെമോഗ്രാഫി ആണ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് പോപ്പുലേഷൻ. അതറിയാലോ നിങ്ങൾക്ക്. ഇപ്പോൾ പോപ്പുലേഷന്റെ ഒരു സ്റ്റേറ്റസ് എടുത്തു നോക്കുമ്പോൾ വേൾഡ് പോപ്പുലേഷൻ ഡ്യൂറിങ് 1900 ഇറ്റ് വാസ് 2 billion. ബട്ട് ഇൻ 2000 ദ വേൾഡ് പോപ്പുലേഷൻ വാസ് ഫൗണ്ട് ടു ബി it was found to be 6 billion. When we consider Indian population നോക്കുമ്പോൾ during independence, സ്വാതന്ത്ര്യ സമര സമയത്ത് it was 350 million, but in 2000 it was enhanced to 1000 million. അപ്പോൾ 350 millionൽ നിന്ന് അത് 2000 ആകുമ്പോഴേക്കും 1000 million ആയി. സ്വാതന്ത്ര്യ സമര ഇൻഡിപെൻഡൻസ് ടൈമിൽ 350 million ആവും, 2000 ആകുമ്പോഴേക്കും അതെന്തായി 1000 million. ദാറ്റ് മീൻസ് എവറി 6th person in the world will be an Indian. ഇങ്ങനെ ഒരു കണക്കെടുക്കുമ്പം ലോകത്തിലുള്ള ഓരോ 6 പേഴ്സണിനെ എടുത്തോ 6th person ഇന്ത്യൻ ആയിരിക്കും. അപ്പൊ ഇന്ത്യൻ പോപ്പുലേഷൻ ഇസ് ഷൂട്ടിംഗ് അപ്പ്. സോ ദർ മസ്റ്റ് ബി എ ചെക്ക് ടു പോപ്പുലേഷൻ ഗ്രോത്ത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ?
ഈ പോപ്പുലേഷൻ റേറ്റ് കൂടാൻ എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ലെസ് മോർട്ടാലിറ്റി റേറ്റ്. ഡെത്ത് റേറ്റ് വളരെ കുറവാണ്. ഡ്യൂ ടു ദ എൻഹാൻസ്ഡ് മെഡിക്കൽ ഫെസിലിറ്റി നൗഡേസ് ഡെത്ത് റേറ്റ് ഈസ് വെരി ലെസ്. ദെൻ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇസ് ലെസ്. എന്താണ് ഈ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്? പണ്ട് കാലത്ത് പ്രസവാനന്തരം അമ്മയുടെ മരണം സാധാരണയായിരുന്നു. ഇപ്പൊ ഈ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് MMR ഈസ് ലെസ്. സിമിലർലി during delivery there were too many chances of infant mortality rate IMR. പ്രസവാനന്തരം കുഞ്ഞിന്റെ മരണവും പണ്ട് കാലത്ത് സാധാരണയായിരുന്നു. ഇന്ന് അതും കുറവാണ്. ഇതൊക്കെ മെഡിക്കൽ ഫെസിലിറ്റി കൂടിയത് കൊണ്ട് ഉണ്ടാവുന്ന. എന്നാൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? There will be shortage of basic necessities. എന്തൊക്കെയാണ് ഒരു ബേസിക് നെസസിറ്റീസ് ഓഫ് എ ഹ്യൂമൻ ബീങ്? ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. ഈ ബേസിക് നെസസിറ്റീസിന് ഷോർട്ടേജ് വരും. അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അല്ലെ പോപ്പുലേഷൻ ഹൈക്ക് കുറക്കാൻ വേണ്ടി എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് ആണ് എടുക്കേണ്ടത്? വൺ ഇസ് ഇൻട്രൊഡക്ഷൻ ഓഫ് കോൺട്രാസെപ്റ്റീവ്സ്, യൂസ് ഓഫ് കോൺട്രാസെപ്റ്റീവ്സ്. കോൺട്രാസെപ്റ്റീവ് മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഗർഭ നിരോധന മാർഗങ്ങൾ. ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് പ്രഗ്നൻസി ഒഴിവാക്കാനുള്ള ഈ മെത്തേഡായ കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്യണം. വൺ ഇസ് എൻഹാൻസിങ് ദ മാരേജബിൾ ഏജ്. അത് നിങ്ങൾക്കറിയാം, ഇപ്പം അടുത്ത് പോലും വർദ്ധിപ്പിച്ചിട്ടല്ലേ. മാരേജബിൾ ഏജ് ഇനിയും കൂട്ടിയേ മതിയാവും, ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. ദെൻ curtailing unwanted pregnancies. അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ഒക്കെ ഒഴിവാക്കി കുട്ടികളുടെ മാരേജബിൾ ഏജ് എൻഹാൻസ് ചെയ്തുകൊണ്ട് എഡ്യൂക്കേറ്റഡ് യൂത്തിനെ ബ്രിങ് അപ്പ് ചെയ്ത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കുറക്കാൻ വേണ്ടി നമ്മൾ പങ്കുചേരണം. ഇപ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കുറക്കാൻ വേണ്ടി നമുക്ക് ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പം ഇൻസെൻറ്റീവ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഫോർ ദ സ്മോൾ ഫാമിലി. ഒരു ഫാമിലി വളരെ സ്മോൾ ആണെങ്കിൽ, കപ്പിൾ വിത്ത് വെരി സ്മോൾ ഫാമിലി ആണെങ്കിൽ they will be provided with incentive. ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന്റെ ഡെലിവറി ഉണ്ടാവുമ്പം പ്രഗ്നൻസി, അതായത് 1 or 2 കുട്ടിയാണ് അവർക്ക് ഉണ്ടാവുന്നതെങ്കിൽ അവർക്കൊരു ഇൻസെൻറ്റീവ് ഒക്കെ കൊടുക്കുന്ന ഫെസിലിറ്റിയും ഇത് ടു എൻകറേജ് സ്മോൾ ഫാമിലിയാണ്. ചെറിയ, അതായത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കുറക്കാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ്, ഒരു പ്രോഗ്രാം കൂടിയാണ് ഇത്. Now let us see what is a contraceptive. I told you contraceptive is a method to control unwanted pregnancy. Unwanted pregnancy control ചെയ്യാനുള്ള ഒരു മെത്തേഡിനാണ് കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത്. What are the qualities of a good contraceptive? ഒരു നല്ലൊരു കോൺട്രാസെപ്റ്റീവിന് എന്തൊക്കെ സവിശേഷതകളാണ്? It must be easily available. It must be cheap. എളുപ്പത്തിൽ ലഭ്യമാവുന്ന. It must be user friendly. അത് യൂസർ ഫ്രണ്ട്ലി ആവണം, വളരെ ലളിതമായ രീതിയിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാവണം. ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് എനി സൈഡ് ഇഫക്റ്റ്. മോറോവർ ഇറ്റ് ഷുഡ് നോട്ട് എഫക്റ്റ് യൂഷ്വൽ സെക്ഷൽ ഡ്രൈവ്. യൂഷ്വൽ സെക്ഷൽ ഡ്രൈവിനെ എഫക്റ്റ് ചെയ്യാത്ത ഒരു കോൺട്രാസെപ്റ്റീവ് കൂടിയാണെങ്കിലാണ് ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ. ഇപ്പോൾ കോൺട്രാസെപ്റ്റീവ്സിന്റെ ക്വാളിറ്റീസ് പഠിച്ചു. ഇനി നൗ വി ഷുഡ് സീ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺട്രാസെപ്റ്റീവ്സ്. Different types of contraceptives include natural or traditional method, barrier method, IUD, that is intrauterine devices, oral contraceptives, injections, implants and surgical method. Let us see one by one. ഓരോരു contraceptive methodine കുറിച്ച് എന്താണെന്ന് നോക്കാം. First one is natural or traditional method. ഈ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിലൊരു സൈഡ് ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. നാച്ചുറലി വിതൗട്ട് എനി എക്സ്ട്രാ ഏജന്റ് വി ആർ കൺട്രോളിങ് ദി പ്രഗ്നൻസി. അതിലൊന്നാണ് കോയിറ്റസ് ഇൻട്രാക്ടസ് ഓർ വിഡ്രോയൽ. ഈ കോയിറ്റസ് ഇൻട്രാക്ടസ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് കോയിറ്റസ് എന്ന് പറഞ്ഞാൽ ഇന്റർകോഴ്സിൽ ദ മെയിൽ പെനിസ് ഇസ് വിഡ്രോൺ ഫ്രം ദി വെജൈന ഓഫ് ഫീമെയിൽ ജസ്റ്റ് ബിഫോർ ഇൻസെമിനേഷൻ ഓർ ഇജാക്കുലേഷൻ. ഇൻസെമിനേഷൻ എന്താണെന്നറിയാം, സെമൻ മെയിൽ സെമൻ ഫീമെയിൽ ട്രാക്റ്റിലേക്ക്, റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇൻസെമിനേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഇജാക്കുലേഷൻ. ഇജാക്കുലേഷന് തൊട്ടു മുൻപ് പെനിസ് ഇസ് വിഡ്രോൺ ഫ്രം ദി വെജൈന. ദിസ് ഇസ് കോയിറ്റസ് ഇൻട്രാക്ടസ്. നെക്സ്റ്റ് മെത്തേഡ് ഇസ് ലാക്ടേഷണൽ അമെനോറിയ. ലാക്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആഫ്റ്റർ പാർച്ചുറേഷൻ ദ മദർ ഈസ് ഫീഡിങ് ദി യങ് വൺ. നോ, ദാറ്റ് ഇസ് ലാക്ടേഷൻ. അപ്പം സൂൺ ആഫ്റ്റർ പാർച്ചുറേഷൻ ഫോർ സം മന്ത്സ്
in the mother's body menstrual cycle will be delayed. പ്രസവാനന്തരം കുറച്ച് മാസങ്ങൾക്ക് മെൻസ്ട്രൽ സൈക്കിൾ, പീരിയോഡിക് സൈക്കിൾ ആണല്ലോ, ഓവം ഫോർമേഷൻ നടക്കുന്ന ഒരു പീരിയോഡിക് സൈക്കിൾ ആണ് മെൻസ്ട്രൽ സൈക്കിൾ. അപ്പൊ ഈ അമ്മയിൽ കുറച്ചു കാലത്തേക്ക് ഡിലേ ആവും മെൻസ്ട്രൽ സൈക്കിൾ. ആ സമയത്ത് ഓവം ഫോർമേഷൻ നടക്കണമെന്നില്ല, ചാൻസസ് വെരി ലെസ് ആണ്. സോ ഇൻ ദിസ് പീരിയഡ് the chances of pregnancy is less. The third method in natural contraception is periodic abscission or periodic abstinence. എന്താ ഈ periodic abstinence എന്ന് പറഞ്ഞാൽ? നമ്മുടെ fertile periodനെ കുറിച്ച് അറിയാലോ. In human female, which is a fertile period, menstrual cycle is a period of 28 days, isn't it? And 14th day, day 1 is considered as the day 1 of menstruation is considered as first day, and the 14th day is the period of ovulation. Ovulation നടക്കാൻ സാധ്യത 14ാമത്തെ ദിവസമാണ്. It may vary. 12 മുതൽ 17 ദിവസം വരെ നമുക്ക് ചാൻസ് ഉണ്ട്, ഒരു based on the person. So, and this 12 to 17th day of menstrual cycle can be called as fertile period. So, to avoid coitus during this fertile period, so there won't be any chance of pregnancy. അത് മനസ്സിലായോ? അപ്പോൾ ഈ മെത്തേഡ്സ് ഒക്കെ നാച്ചുറൽ മെത്തേഡാണ്, അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡാണ്. ദർ ഇസ് നോ കോൺട്രാസെപ്റ്റീവ് എക്സ്ട്രാ ഏജന്റ് യൂസ്ഡ് ഫോർ കൺട്രോളിംഗ് pregnancy. So there will be no side effect, and it is quite good for your health. The second method is IUD, that is intrauterine devices. Intrauterine devices are kept in female vagina. Female ഉപയോഗിക്കുന്ന ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് IUD. And this IUDs are used to curtail pregnancy, pregnancy അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, or to space pregnancy. അതായത് ഫസ്റ്റ് ചൈൽഡ് ഉണ്ടായി നമ്മളൊരു 3 years കഴിഞ്ഞിട്ട് സെക്കൻഡ് ചൈൽഡ് മതിയെന്ന് വിചാരിക്കും. അതാണ് സ്പേസിംഗ് ഓഫ് pregnancy എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചൈൽഡിനെ സ്പേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു widely used or accepted method is use of IUD, intrauterine device. There are different types of IUDs used in India. One is non-medicated IUD, that is Lipaloop എന്നാണ് അതിന് എക്സാമ്പിൾ പറയുന്നത്. Lipaloop, you can see the devices here on the screen. Non-medicated ആണിത്. The other one is copper releasing IUD, copper T, then copper 7, then multi-load 375. ഇതൊക്കെ കോപ്പർ റിലീസിങ് IUDs ആണ്. കോപ്പർ റിലീസ് ചെയ്യുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കോപ്പർ സ്പേം മോട്ടിലിറ്റിനെ കർട്ടെയിൽ ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഫെർട്ടിലൈസേഷന്റെ ചാൻസ് ഇല്ലാതാവുന്നു. The other one is hormone releasing IUD. എക്സാമ്പിൾ പ്രൊജസ്റ്റാസേർട്ട്. അതൊരു പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ റിലീസിങ് IUD ആണ്. ഈ ഹോർമോൺ റിലീസിങ് IUDs എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ, ഓവം ഫെലോപ്പിയൻ ട്യൂബിലേക്ക് മൂവ് ചെയ്യുന്നതും അതിനുശേഷം ഫെർട്ടിലൈസേഷൻ നടക്കാതെ നോക്കാനും, അഥവാ നടന്നെങ്കിൽ ഇംപ്ലാന്റേഷൻ ഒഴിവാക്കണം. ഇംപ്ലാന്റേഷൻ എന്താണെന്ന് അറിയാലോ? ഫെലോപ്പിയൻ ട്യൂബിൽ നിന്ന് ഈ ഫെർട്ടിലൈസ്ഡ് ബ്ലാസ്റ്റോമിയർ എങ്ങോട്ടേക്ക് വരണം? യൂട്രൈൻ വാളിലേക്ക്. ഇത് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്ന IUD ആണ് ഹോർമോൺ റിലീസിങ് IUDs. എക്സാമ്പിൾ പ്രൊജസ്റ്റാസേർട്ട്, LNG-20. ഇതൊക്കെ ഫീമെയിൽ യൂസ് ചെയ്യുന്ന contraceptive device ആണ് intrauterine devices. The third contraceptive method is barrier. Barrier method is widely used in both male and female. പുരുഷനിലും സ്ത്രീയിലും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു contraceptive measure ആണ് barrier. In male, the barrier method used is condoms. Condoms are made of rubber latex sheath. Condoms ആയാലും ഫീമെയിൽ ഉപയോഗിക്കുന്ന ഡയഫ്രം ആയാലും സെർവിക്കൽ ക്യാപ്പ് ആയാലും വോൾട്ട് എന്ന് പറയുന്നത് ഫീമെയിൽ ഉപയോഗിക്കുന്ന ഒരു ബാരിയർ മെത്തേഡാണ്. ഇതൊക്കെ തന്നെ ആയാലും റബ്ബർ ലാറ്റക്സ് ഷീത്ത് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം മെയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബാരിയർ മെത്തേഡ് എന്താണ്? മെയിൽ ഉപയോഗിക്കുന്നത് കോണ്ടംസ്, ഫീമെയിൽ എന്താണ്? ഡയഫ്രം, വോൾട്ട്, സെർവിക്കൽ ക്യാപ്പ്, ഇതൊക്കെയാണ്. ഈ കോണ്ടം in male, the condom is used for covering the penis during coitus. In female, this diaphragm or cervical cap or vault, such barriers are kept inserted inside the vagina or cervix. Vagina ilum cervix ilum cover cheyan vendi upayogikkannathaanu female. Idu
this method, barrier method, prevents the encounter of sperm and ovum. സ്പേമും ഓവവും കൂടിച്ചേരുന്നത് തടയുന്ന ഒരു മെത്തേഡാണ് ഈ barrier method. And this is also widely accepted. It is not affecting the sexual drive, it has no side effect and it is easily available. ഇത്തരം കോൺട്രാസെപ്റ്റീവിന് വേണ്ട ക്വാളിറ്റീസ് ഒക്കെ സവിശേഷത ഒക്കെ ഉള്ളതുകൊണ്ട് ബാരിയർ മെത്തേഡും ഇന്ത്യയിൽ വൈഡ്ലി ആക്സെപ്റ്റഡ് ആണ്. നെക്സ്റ്റ് മെത്തേഡ് ഇസ് ഓറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. Oral contraceptive method is nothing but it is a combination of progesterone and estrogen which is given in the form of pills or tablets. നമ്മൾ ഗുളിക എന്ന് പറയും അല്ലേ. ഈ ടാബ്ലറ്റിന്റെ രൂപത്തിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ ഫീമെയിലിന് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന മെത്തേഡാണ് ഓറൽ കോൺട്രാസെപ്ഷൻ. യു നോ ഇൻ ഫീമെയിൽ ദർ ഇസ് എ 28 days menstrual cycle. അതിൽ 5th day of menstruationൽ ഈ ടാബ്ലറ്റ് ഇൻടേക്ക് ഡെയിലി 1 tablet intake must be started continuously for 21 days. 21 ദിവസത്തേക്ക് ആ ടാബ്ലറ്റ് കഴിക്കുക. അപ്പോൾ there won't be the chances of pregnancy will be curtailed. അപ്പോൾ ഈ ടാബ്ലറ്റ് അടുത്ത മെൻസ്ട്രൽ സൈക്കിൾ വീണ്ടും 5th day തൊട്ട് വീണ്ടും 21 ദിവസം കഴിക്കണം. അപ്പോൾ it should be repeated till you want to control the pregnancy. പ്രഗ്നൻസി എത്രത്തോളം കൺട്രോൾ ചെയ്ത് നിൽക്കണം, അവോയ്ഡ് ചെയ്ത് നിൽക്കണം. കൺസെപ്ഷൻ, പ്രഗ്നൻസി കൺസെപ്ഷൻ, ഈ കൺസെപ്ഷൻ എത്രമാത്രം നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ ആവശ്യമില്ല അത്രയും വരെ ഈ ടാബ്ലറ്റ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി കണ്ടിന്യൂഡ്. ദാറ്റ് ഇസ് ഓറൽ കോൺട്രാസെപ്ഷൻ. ദ നെക്സ്റ്റ് മെത്തേഡ് ഇസ് ഇഞ്ചക്ഷൻ ഓർ ഇംപ്ലാന്റ്സ്. ഈ ഇഞ്ചക്ഷൻ ആയാലും ഇംപ്ലാന്റ് ആയാലും ഈ പിൽസിൽ പറഞ്ഞതുപോലെ പ്രോജെസ്റ്ററോൺ ഈസ്ട്രോജൻ കോമ്പിനേഷനാണ് കൊടുക്കുന്നത്. Implant means it is just fixed beneath the skin. സ്കിന്നിനടിയിൽ ഒരു ചെറിയ ഒരു പ്രോജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷനുള്ള ഒരു ട്യൂബ്ലെറ്റ് വെക്കുകയാണ് അകത്ത്. അപ്പോൾ അത് വളരെ മൈൽഡ് ഡോസ് ആയിട്ട് ബ്ലഡിലേക്ക് കൊടുക്കും ഈ ഹോർമോൺ. അപ്പോൾ പ്രഗ്നൻസി നടക്കില്ല. ഓവുലേഷൻ അതായത് ഇംപ്ലാന്റേഷൻ ഒന്നും നടക്കാതെ പ്രഗ്നൻസിക്ക് ചാൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. പിക്ചർ കാണാം, ഇംപ്ലാന്റ് സ്കിന്നിനടിയിൽ വെക്കുന്നത് അല്ലേ. ഇനി ഇഞ്ചക്ഷൻ ഇത് തന്നെ. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ വിച്ച് ഇസ് ഇഞ്ചക്റ്റഡ് ഡയറക്ട്ലി ടു ദി ബ്ലഡ് സ്ട്രീം. ഇത് സാധാരണ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ഇതിനൊരു എമർജൻസി കോൺട്രാസെപ്ഷൻ എന്ന് കൂടെ പറയുന്നുണ്ട്. കാരണം ഡ്യൂറിങ് റേപ്പ് കേസിൽ പ്രഗ്നന്റ് ആവാൻ ചാൻസ് ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയം ഉണ്ടെങ്കിൽ സൂൺ ആഫ്റ്റർ റേപ്പ് ദ ഫീമെയിൽ ക്യാൻ ബി ഗിവൺ ദിസ് ഇഞ്ചക്ഷൻ. ഈ ഇഞ്ചക്ഷൻ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ നടന്ന് ബ്ലാസ്റ്റോമിയ സ്റ്റേജ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് അല്ലേ. ആ ഇംപ്ലാന്റേഷന് മുൻപ് ഈ ഇഞ്ചക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടക്കില്ല. അപ്പോൾ പ്രഗ്നൻസിന്റെ ചാൻസ് കുറയും. അതുകൊണ്ടൊരു എമർജൻസി കോൺട്രാസെപ്ഷൻ കൂടി ഇഞ്ചക്ഷന് നമ്മൾ പറയുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ഇസ് സർജിക്കൽ മെത്തേഡ് which is also known as sterilization method. ഈ സർജിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സർജിക്കലി ചില ഭാഗം റിപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഫീമെയിലിനും മെയിലിനും ചെയ്യുന്നുണ്ട്. അത് ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ ടൈ ചെയ്തിട്ട് സ്പേമിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഓവത്തിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുക. ഫെർട്ടിലൈസേഷന് വേണ്ടി ഓവം വന്ന് നിൽക്കണം അല്ലെങ്കിൽ സ്പേമും ഫ്ലൂയിഡിൻ്റെ ഒപ്പം എത്തണം അല്ലേ. അപ്പോൾ ഈ ടെസ്റ്റിസിൽ നിന്ന് സ്പേം മൂവ്മെൻറ്റ് കൂടുതൽ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനും വാസ് ഡിഫറൻസിലോട്ട് വരാതിരിക്കാനും ദെൻ ഫെലോപ്പിയൻ ട്യൂബിൽ നിന്ന് ഫെർട്ടിലൈസേഷന് ആവശ്യമായിട്ട് ഓവം മൂവ് ചെയ്താതിരിക്കാനുള്ള രീതിയിൽ ഒരു സർജിക്കൽ മെത്തേഡിലൂടെ ഇത് കൺട്രോൾ ചെയ്യുന്ന സ്റ്റെറിലൈസ് ചെയ്യുന്ന മെത്തേഡാണ് വി കോൾ ഇറ്റ് ആസ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഓർ സർജിക്കൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ എന്നാണ് വിളിക്കുന്നത്. In male, the sterilization method is known as vasectomy, and in the case of female, the sterilization method is known as tubectomy. Vasectomy നോക്കാം. കണ്ടോ നിങ്ങൾ പിക്ചറിൽ വാസ് ഡിഫറൻസ് എന്ന് പറഞ്ഞ ട്യൂബില്ലേ, അത് ആദ്യം കട്ട് ആൻഡ് ടൈഡ്. അത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് പിന്നെ അവിടെ ടൈ ചെയ്ത് വെക്കാം. അപ്പോൾ സ്പേം ടെസ്റ്റസിൽ നിന്ന് വാസ് ഡിഫറൻസ് വഴി ഇങ്ങനെ വരണമല്ലോ, അത് മുന്നോട്ട് വരാൻ പറ്റില്ല. അതുപോലെ ട്യൂബക്ടമി നോക്കാമല്ലോ ഫീമെയിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. ദ ഫെലോപ്പിയൻ ട്യൂബ് ഈസ് cut and removed then tied. ഫെലോപ്പിയൻ ട്യൂബ് അപ്പോൾ ഓവറിയിൽ നിന്ന് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഫെലോപ്പിയൻ ട്യൂബിന്റെ ഈ എഡ്ജിലേക്ക് എത്താൻ പറ്റുന്നില്ല അല്ലേ. ആംപ്യുള്ള വഴി ഇങ്ങോട്ടേക്ക് വരണമല്ലോ, ഫെർട്ടിലൈസേഷൻ നടക്കാം, അത് പറ്റുന്നില്ല. അപ്പോൾ ഫെർട്ടിലൈസേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്.
ദിസ് മെത്തേഡ് ഇസ് ഓൾസോ വൈഡ്ലി ആക്സെപ്റ്റഡ്. ഇറ്റ് ഹാസ് നോ സൈഡ് ഇഫക്റ്റ്. സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല. മെയിലാണെങ്കിൽ ഔട്ടർ ടെസ്റ്റിസിലൂടെയാണ് ഈ സർജിക്കൽ റിമൂവൽ ചെയ്യുന്നത്. ഫീമെയിലാണ് സ്ക്രോട്ടൽ സാക്കിലൂടെ ചെയ്യുന്നുണ്ട്. ഫീമെയിലാണെങ്കിൽ അബ്ഡോമിനൽ റീജിയനിലൂടെയാണ് ഇൻസേർഷൻ നടത്തിയിട്ട് ഈ സർജിക്കൽ മെത്തേഡ്, സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ചെയ്യുന്നത്. ഇതിന് റിവേഴ്സിബിലിറ്റി നടക്കാൻ പറ്റില്ല. തിരിച്ച് നമുക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്. റിവേഴ്സിബിലിറ്റി ഈസ് പുവർ. ഇപ്പം ഡിഫറെൻറ്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പ്രഗ്നൻസി എങ്ങനെയൊക്കെ ഒഴിവാക്കാം, അല്ലെങ്കിൽ അഥവാ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അൺവാണ്ടഡ് പ്രഗ്നൻസി നടന്നെങ്കിൽ എങ്ങനെയാ ഫീറ്റസിനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിനുള്ള ഒരു ആൻസറാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ. അബോർട്ട് ചെയ്യാന്ന് കേട്ടിട്ടുണ്ടല്ലോ. ബട്ട് in 1971 this medical termination of pregnancy is legalized. ഇതിനും കുറേ നിയമങ്ങളുണ്ട്. നമുക്ക് തോന്നുമ്പോൾ എല്ലാം പ്രഗ്നൻ്റ് ആവുക, അബോർട്ട് ചെയ്യുക. as it is legalized, it cannot be, medical termination of pregnancy is not promoted. പണ്ട് കാലത്ത് ആംനിയോസെന്റസിസ്, നേരത്തെ ഞാൻ പറഞ്ഞു, ആംനിയോസെന്റസിസ് എന്താണ്? പ്രഗ്നന്റ് വുമന്റെ വൂമ്പിൽ നിന്ന് ആംനിയോട്ടിക് ഫ്ലൂയിഡ് സിറിഞ്ച് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിനകത്ത് സെൽസ് ഓഫ് ദ ഗ്രോയിങ് ബേബി ഉണ്ടാവും. അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രോമസോം പാറ്റേണിൽ നിന്ന് നമുക്ക് മെയിലാണ്, ബാർബോഡി എന്ന് പറയുന്നത് ക്രോമസോം പാറ്റേണിൽ നിന്ന് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് പോലും നമുക്ക് മനസ്സിലാവും അല്ലേ? XXXY അറിയാലോ, ഫീമെയിൽ ചൈൽഡ് ആണോ ഗ്രോ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഡൗറി സിസ്റ്റം ഉള്ള നാട്ടിൽ ഈ ഫീമെയിൽ ചൈൽഡ് ആണെങ്കിൽ MTP അങ്ങ് ചെയ്ത് അബോർട്ട് ചെയ്യും. അതുകൊണ്ടാണ് 1971 മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി മെത്തേഡ് ലീഗലൈസ്ഡ്. ഇതിന്റെ മിസ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ലീഗലൈസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് മെത്തേഡ് MTP ഇസ് ബെസ്റ്റ് ബിഫോർ ദ ഫസ്റ്റ് 3 months ഓഫ് ദി പ്രഗ്നൻസി. ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ മുന്നേ, അതായത് 12 weeks ഓഫ് ഫീറ്റൽ ഗ്രോത്ത്. ഫീറ്റൽ ഗ്രോത്തിൽ 12 ആഴ്ച വളർന്ന ഫീറ്റസ് ആ കാലഘട്ടത്തിനുള്ളിൽ തന്നെ MTP ചെയ്തിരിക്കണം. അതിനുശേഷം MTP ചെയ്യാൻ പാടില്ല. And the next method to know is about next topic to know is sexually transmitted disease, STD. അറിയാം, നമുക്ക് കുറേ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് വന്നിട്ടുണ്ട് അല്ലേ, അറിഞ്ഞിട്ടുണ്ട്. അതിൽ ഹെപ്പറ്റൈറ്റിസ് B, ദെൻ സിഫിലിസ്, ഗൊണോറിയ, ദെൻ എയ്ഡ്സ്, ജെനിറ്റൽ വാർഡ്സ്, ഇതൊക്കെ നമ്മൾ പഠിച്ച സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. എങ്ങനെയാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് വരുന്നത്? അത് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. ഹാവ് കോയിറ്റസ് ഓൺലി വിത്ത് എ നോൺ പേഴ്സൺ ഓർ ഓൺലി വിത്ത് ദ പാർട്ട്ണർ. കോയിറ്റസ് ഇന്റർകോഴ്സ് എപ്പോഴും പാർട്ട്ണറുമായി മാത്രം ചെയ്യാം. മൾട്ടിപ്പിൾ പാർട്ട്ണറിനെ അവോയ്ഡ് ചെയ്യാം. then use condoms while coitus. ആക്സിഡൻ്റൽ കോയിറ്റസിൽ കോണ്ടം ഉപയോഗിക്കണം. then giving awareness to the young generation എപ്പോഴും വളരുമ്പോൾ വീട്ടിൽ വെച്ച് അവയർനെസ് പ്രോഗ്രാം കൊടുത്തിരിക്കണം. as well as detecting doctor or physician if you have any side effects or symptoms. ഈ ജെനിറ്റൽ ഡിസീസസ് ആയത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൻ്റെ എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് അത് അറ്റ് ദ ഏർലിയസ്റ്റ് ഇറ്റ് മസ്റ്റ് ബി ട്രീറ്റഡ്. എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്? ഇച്ചിങ്, ഇനീഷ്യൽ സിംറ്റംസ് ഇച്ചിങ് ആണ്. ദെൻ ഫ്ലൂയിഡ് ഡിസ്ചാർജ്, സ്ലൈറ്റ് പെയിൻ, ഇതൊക്കെയാണ് ഇനീഷ്യൽ സിംറ്റംസ്. So initially if it is treated, it is completely curable. If it is not treated initially, it may lead to ectopic pregnancy. ഫീമെയിലാണെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എന്താ? ട്യൂബൽ പ്രഗ്നൻസി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫെലോപ്പിയൻ ട്യൂബ് നിന്ന് ബ്ലാസ്റ്റോമിയ സ്റ്റേജിൽ മോറുല ഉണ്ടായി കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഇംപ്ലാന്റേഷൻ വഴി യൂട്രസിൽ എത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ട്യൂബിനകത്ത് തന്നെ പ്രഗ്നൻ്റ് ആയി നിൽക്കുന്ന ഒരു ഇംപ്ലാന്റേഷൻ ഇല്ലാതെ സംഭവിക്കുന്നതുണ്ട്, ട്യൂബ് മറ്റു സ്ഥലത്ത് പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ ഈ എക്ടോപിക് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യണം. സംഭവിച്ചേക്കാം സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിലൂടെ, അല്ലെങ്കിൽ അബോർഷൻ സംഭവിച്ചേക്കാം. അങ്ങനെ ഇൻഫെക്ഷൻ വരാം, ഇൻഫെർട്ടിലിറ്റി വരാം. ഇങ്ങനെയുള്ള പല അസുഖങ്ങളും അല്ലെങ്കിൽ കണ്ടീഷൻസും ഫീമെയിലിൽ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൻ്റെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ട്രീറ്റഡ് ഏർലി. മോറോവർ ഇറ്റ് ഈസ് കമ്പൽസറി to keep your genital organs very clean and hygiene.
ഹൈജീനിക് ആയിട്ട് സേഫ് ആയിട്ട് ജെനിറ്റൽ ഓർഗൻസ് വെക്കുന്നത് ഇത്തരം അസുഖങ്ങൾ ഒഴിവാകാനുള്ള സാധ്യത കൂടിയാണ്. Now let us see a chart showing sexually transmitted diseases which are curable and non-curable. See this chart. Here you can see sexual transmitted diseases which are curable. They are gonorrhea, syphilis, chlamydiasis, genital warts, trichomoniasis. Non-curable, genital herpes, hepatitis and HIV. The last subtopic here is infertility. Infertility is a condition of a couple who is unable to produce children. കുട്ടികൾ ഉണ്ടാവാത്തൊരു അവസ്ഥയെ നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്ന് വിളിക്കും. യൂഷ്വലി ഫീമെയിൽ ഇസ് ബ്ലെയിംഡ് വെൻ ഷീ ഇസ് ഇൻഫെർട്ടൈൽ. നോ, കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ നമ്മളെ സൊസൈറ്റി എന്താണ് ആരെയാണ് ബ്ലെയിം ചെയ്യുന്നത്? ഫീമെയിലിനെയാണ്. ബട്ട് മെയിൽ ഇസ് ഓൾസോ ഈക്വലി റെസ്പോൺസിബിൾ. 50-50 എന്ന ചാൻസിനെ പറയാൻ പറ്റുള്ളൂ. കാരണം ദർ ആർ ഡിഫക്ട്സ് occurring in female as well as in male also. Let us see how infertility happens. എങ്ങനെയൊക്കെയാണ് ഇൻഫെർട്ടിലിറ്റി ഹാപ്പൻ ചെയ്യുന്നത്? ആൻഡ് ടു ക്യൂർ ദിസ് ഓർ ടു ആസ് എ പ്രിവെന്റീവ് മെഷർ ദർ ഇസ് എ മോഡേൺ ടെക്നോളജി കോൾഡ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, ART, assisted reproductive technology. Through this method the infertility can be controlled or it can be prevented to some extent. നോക്കാം എന്തൊക്കെയാ ART എന്ന അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിലൂടെ എങ്ങനെയാണ് ഇൻഫെർട്ടിലിറ്റിക്ക് പരിഹാരം കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻ വിട്രോ എന്ന് പറയുമ്പോൾ ശരീരത്തിന് പുറത്ത്, ഇൻ വിവോ എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്താണ്. അപ്പൊ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, ദാറ്റ് ഇസ് ഫെർട്ടിലൈസേഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ് ഔട്ട്സൈഡ് ദ ബോഡി. ദാറ്റ് ഇസ് the ovum is collected from the mother and sperm from the father, and it is undergone fertilization from the laboratory condition, and this fertilized embryo, zygote, is introduced into the female body, female reproductive ഭാഗത്ത്, അതായത് യൂട്രസിനകത്തോ ഫെലോപ്പിയൻ ട്യൂബിനകത്തോ ട്രാൻസ്ഫർ ചെയ്യാം അല്ലേ. അപ്പോൾ ഈ ഇതിനാണ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ET, എംബ്രിയോ ട്രാൻസ്ഫർ. ഒന്നുകൂടെ, അതായത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, ശരീരത്തിന് പുറത്ത് വെച്ച് ഫെർട്ടിലൈസേഷൻ നടത്തുക. IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അതിൽ ഓവും സ്പേമും കളക്ട് ചെയ്ത് ലാബ് കണ്ടീഷനിൽ അത് ഫെർട്ടിലൈസ് ചെയ്യിച്ചു. അപ്പം നമുക്ക് ഫെർട്ടിലൈസേഷൻ നടന്നാൽ എന്താ ഉണ്ടാവുക? സൈഗോട്ട്. ഈ സൈഗോട്ടിനെ നമ്മൾ ഫീമെയിൽ ബോഡിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, യൂട്രസിനകത്ത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയും. സൈഗോട്ടിനെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പം അതൊരു ക്ലീവേജിലൂടെ 8 ബ്ലാസ്റ്റോമിയ സ്റ്റേജ് ഉണ്ടാവുമല്ലോ. അതിനെയാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ എവിടെയാണ് ഫീമെയിൽ കൊടുക്കേണ്ടത്? ഫെലോപ്പിയൻ ട്യൂബിനകത്ത് അല്ലേ. ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, അത് ഫെലോപ്പിയൻ ട്യൂബിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, GIFT. ഈ ഗാമീറ്റിനെ എവിടത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫെലോപ്പിയൻ ട്യൂബിൽ. അതിനെന്താ പറയാ? GIFT, ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. എന്നാൽ 8 ബ്ലാസ്റ്റോമിയ സ്റ്റേജിന് ശേഷം കുറച്ചുകൂടെ ഇത് വളരട്ടെ എന്ന് വിചാരിക്കും നമ്മൾ. കുറച്ചുകൂടെ ഒന്ന് വളർന്നിട്ടാണ് ഇതിനെ എടുത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിലോ എംബ്രിയോനെ. അപ്പൊ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് 8 ബ്ലാസ്റ്റോമിയ സ്റ്റേജിലല്ലേ. പിന്നെ എവിടെയായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? 8 ബ്ലാസ്റ്റോമിയ സ്റ്റേജിലും വളർന്നു പോയാൽ എവിടെ? ഇത് യൂട്രൈൻ വാളിലല്ലേ. അപ്പൊ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ, IUT. ഇതിപ്പോ നമ്മൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷനാണ് നടത്തിയത് അല്ലേ. ഈ ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാൻ ഇവർക്ക് എന്തോ തകരാറുണ്ടാവാം. ഒന്നുകിൽ മെയിലിന്, നേരത്തെ പറഞ്ഞതുപോലെ മെയിലും റെസ്പോൺസിബിൾ ആണ്, മെയിലിന്റെ സ്പേം കൗണ്ട് കുറഞ്ഞേക്കാം, അല്ലെങ്കിൽ സ്പേം ധാരാളം ഉണ്ട്, സ്പേം മോട്ടിലിറ്റി കുറഞ്ഞേക്കാം. അപ്പോൾ കോയിറ്റസ് നടന്നാൽ സ്പേമിന് ഓവത്തിന്റെ അടുത്ത് വന്നു ചേരാൻ പറ്റുമോ? ഇല്ല. ഈ സാഹചര്യത്തിലാണ് നമ്മൾ IVF ചെയ്യുന്നത്. ഓക്കെ. അല്ലെങ്കിൽ ഫീമെയിലിന് ഓവം ഉണ്ടാവുന്നുണ്ടാവും, പക്ഷെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് വന്ന് നിൽക്കാൻ പറ്റുന്നില്ല, മൂവ്മെന്റ് പറ്റുന്നില്ല. ആ സമയത്ത് ഓവറിൽ നിന്ന് ഓവം കളക്ട് ചെയ്യുന്ന, സ്പേമും കളക്ട് ചെയ്തിട്ട് ഫെർട്ടിലൈസ് ചെയ്തിട്ട് അകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എംബ്രിയോ ട്രാൻസ്ഫർ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ചില സാഹചര്യത്തിൽ ഫീമെയിലിന് ഓവം ഇല്ലെന്ന് വിചാരിക്കൂ, ഓവം പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അപ്പം എന്ത് ചെയ്യൂ? ഇവർക്കാണെങ്കിൽ കുഞ്ഞ് വേണം.
നമുക്കിങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഓവൻ ഫോർമേഷൻ നടന്നെങ്കിലും ഇവിടെ ട്രാൻസ്ഫർ നടക്കുന്നില്ല, അതേ ഓവത്തിന് മോട്ടിലിറ്റി മൂവ് ചെയ്ത് വരുന്നില്ല, അല്ലെങ്കിൽ സ്പേം മോട്ടിലിറ്റി കുറവാണ്. ഇങ്ങനെയുള്ളവർക്ക് ലാബിൽ വെച്ച് ചെയ്യാതെ മറ്റൊരു ബോഡിയിലേക്കും വെച്ച് കൊടുക്കാം അല്ലേ. മറ്റൊരു ബോഡിയിൽ വെച്ച് ബ്ലാസ്റ്റോമിയ സ്റ്റേജ് ആയി കഴിഞ്ഞാൽ അതെടുത്ത് നമ്മളെ ബോഡിയിലേക്ക്, അമ്മയുടെ ബോഡിയിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ലാബ് കണ്ടീഷനിൽ തന്നെ വേണമെന്നില്ല. മറ്റൊരു വൂമ്പിൽ നിന്ന് ഈ ഗ്രോയിങ് ബ്ലാസ്റ്റോമിയറിനെ എടുത്ത് അല്ലെങ്കിൽ മോറോലിയെ എടുത്ത് ഈ ആവശ്യക്കാരിയായ അമ്മയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കുന്ന മെത്തേഡ് ഉണ്ട്. അത് ഇൻ വൈവോ ഫെർട്ടിലൈസേഷൻ, നോട്ട് വൈവോ, വിവോ, ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ. നേരത്തെ പറഞ്ഞു, in male sperm motility may be less or sperm count may be less. In such cases, to the ovum or to the cytoplasm ovum of the ovum, sperm can be injected. ആ കുറച്ച് സ്പേംസ് ഉള്ളതിനെ കളക്ട് ചെയ്തിട്ട് ആ സ്പേമിനെ ഇയാളുടെ പാർട്ട്ണറിന്റെ ഓവത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക. ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുക. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്നാണ് പറയുക. Intracytoplasmic sperm injection, ICSI. Next is artificial insemination technique. Artificial insemination എന്ന് പറയുന്നത്, if suppose the sperm motility is less or sperm count is less, വീണ്ടും sperm count കുറവാണെന്ന് കരുത്, അല്ലെങ്കിൽ sperm motility കുറവാണെന്ന് കരുതിക്കോളൂ. അപ്പോൾ ഈ സ്പേമിനെ കളക്ട് ചെയ്യാം. Along with the fluid, the sperm can be from the same person, the sperm can be collected in a syringe and it can be injected to the uterine tract. Sperm അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇൻസെമിനേഷൻ കോയിറ്റസ് നടക്കുന്നില്ല ഡ്യൂ ടു some defects in muscles. അപ്പോൾ സ്പേം കളക്ട് ചെയ്തിട്ട് ഫിമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് സ്പേം ഇഞ്ചക്ഷൻ, ആർട്ടിഫിഷ്യൽ സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയും. ഈ ടെക്നിക്സ് ഒക്കെ എന്തിനു വേണ്ടി, collectively we call it as ART, Assisted Reproductive Technology. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരുവിധ ഈ മൊത്തം ടെക്നോളജീസിനെ നമ്മൾ എന്തിലാണ് വരുന്നത്? collectively we can call it as ART, Assisted Reproductive Technology. So all these techniques explained here requires specialized professionals or experienced professionals and instrumentations. അതിനാവശ്യമുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻസും പ്രൊഫഷണൽസും ഒക്കെ ആവശ്യമാണ്. സോ ദിസ് ടെക്നോളജി ഓർ ടെക്നിക്സ് ആർ സോ എക്സ്പെൻസീവ്, വളരെ എക്സ്പെൻസീവാണ് അത് മീറ്റ് ചെയ്യാൻ. ഈവൻ ദെൻ വി ക്യാൻ the effect or the result of this technology is far better than taking hormonal medicines. The hormonal medicines we take to cure infertility or to prevent infertility, it is mainly composed of so many chemicals which may result in diabetics or hormone imbalance or thyroid problems, and usually or generally the person treated for this infertility will become a collection of disease. So this artificial assisted reproductive technology, it is far better than taking such medicines. So with this chapter is over. I hope you listened it well, carefully. Then thank you for watching this video. Thank you.